എന്താ പറയുക ഞാൻ ഒറ്റയ്ക്ക് കാര്യം പറയുന്നോ? അതൊന്നും പറയണ്ട. ഒരു സംഭവം സംഭവിച്ചു. അവനെന്ത് പറ്റി? ഗൈസ് വന്നിട്ട് ഞാനിപ്പോൾ അവിടെ റിച്ചറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നമ്മൾ സെറ്റ് ചെയ്യണം. ബ്ലഡ് വന്നിട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയിട്ട് ഞാനിപ്പോൾ വന്നിട്ട് എൻ്റെ കണ്ണ് കെട്ടി ഞാൻ അവിടെ ഇരിക്കാൻ പോവാണ്. എന്നിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഗോസ്റ്റിനെ വരാൻ പറ്റുമോ, എൻ്റെ അടുത്തോട്ട് ഗോസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാത്തത് ചെയ്യാം, ഞാൻ കണ്ണ് കെട്ടിയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാൻ പോകുന്നത്. സോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഹാർഷായിട്ടുള്ള ഹെവി റിസ്ക് ആയിട്ടുള്ള സാധനമാണ്. അതാണ് ഇപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നജീബിനും ട്രാവലും വന്നിട്ട് ഞാൻ അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട് സൈഡിലായിട്ട്. സോ ഞാൻ ഒറ്റയ്ക്കുള്ളിൽ അകത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? അവനാണെങ്കിൽ അവിടെ കിടന്ന് ഓരോ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അണ്ണൊന്ന് പറഞ്ഞു നോക്കിയേ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ ഒരു കാര്യം ഒരു ഇവിടെ ഈ ഇരുട്ടുന്നത് എന്തോ പോലെ എനിക്ക് ഒരു പാട്ട് സൗണ്ട്. പാട്ടാ? ആ പാട്ട് കേൾക്കാനാ? ആടെ പാട്ടല്ല പ്ലേ ചെയ്ത് കൊടുക്കടാ. അല്ലെങ്കിൽ അപ്പം ഇത്തിരി പേടിയെ കുറിച്ച് കുറഞ്ഞു കിട്ടും. ആ പാട്ടാ. നിന്റെ ഫോൺ എടുക്ക. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എൻ്റെ കണ്ണിൽ കെട്ടിയിട്ട് ഞാനൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ തൊട്ടടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ആടിൻ്റെ ബ്ലഡ് എൻ്റെ ഫ്രണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പം എൻ്റെ ബ്ലഡ് പിടിക്കാം, അല്ലെങ്കിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ റെഡിയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ റെഡിയാണ്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എൻ്റെ അടുത്തോട്ട് വാ, എന്നോട് സംസാരിക്കും. ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ? നിങ്ങൾക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഈ ബ്ലഡിൻ്റെ ഫ്രണ്ടിൽ ചോരയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ കെട്ടി ഞാൻ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വരാൻ പറ്റുമോ? ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇത്ര ഇതോടെ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതേ ധൈര്യം കാണിക്കാം. അണ്ണാ പാട്ടിട്ട പേടി മാറൂ. ഞാൻ പറഞ്ഞില്ലേ അണ്ണാ ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ അണ്ണ ചെയ്യല്ലേ? അപ്പോൾ അതല്ല അവിടെ കണ്ടിട്ടിരിക്കണേ വഴക്കുറയില്ലേ? എടാ അവൻ അതിൻ്റെ ഇടയിൽ ഒന്നും കേൾക്കൂല, ശ്രദ്ധിക്കൂല. അവൻ നമുക്കിത് പേടിച്ചോണ്ടിരിക്കുന്ന ആവശ്യമുള്ള പോലെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പാട്ടും ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതെങ്കിലും മാറും. മാറുപടാ, നമുക്ക് നോക്കിയേ ട്രൈ ചെയ്ത് നോക്കാം. കേട്ടോ പാട്ട് വെച്ചേക്കാം, നമുക്ക് ഡാൻസ് കളിച്ച് നോക്കാം. ഞാൻ അവസാനമായിട്ട് ചോദിക്കോ, നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞാൻ കാണിക്കുന്നത് ധൈര്യം നിങ്ങൾക്ക് കാണിക്കും. നമുക്ക് എനിക്ക് പേടിയാണ്. അന്നോട് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ആ പാട്ട് 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 നിന്റെ ഫുള്ള് വരെ പാട്ടുണ്ടോ? വരാൻ പറ്റുമെങ്കിൽ വാ, വരാൻ പറ്റുമെങ്കിൽ വാ. അടുത്തോട്ടേക്ക് വരുന്നുണ്ടോ? എനിക്ക് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്.
അടുത്തേക്ക് വരുന്നുണ്ടോ? എനിക്ക് ചോറയുടെ മണം എനിക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോറയുടെ മണം ശരിക്കും മണക്കുന്നുണ്ട്. എനിക്ക് ഈ റൂമിൽ ഇത്ര കാലം ഇല്ലാതെ നീ എന്റെ അടുത്ത് കൊണ്ടിപ്പോ പേടി മാറിയാൽ പേടി മാറണ്ട പേടി മാറാൻ ഡാൻസ് കളിച്ചാൽ പാട്ട് ഞാൻ പറഞ്ഞു റിച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടായിരുന്നു വേണ്ടി വാങ്ങി ഞങ്ങളുടെ വാഴ തുറക്കാൻ റിച്ചിലോട്ടിരിക്കാൻ കട്ടായി. അത് നിങ്ങൾക്ക് പ്രൊഫഷണൽ പെട്ടെന്ന് അവിടെ ഒരു രൂപം പോലെ കണ്ട് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടാൻ പോകുമ്പോഴത്തേക്ക് ആര് കെട്ടിയത് പോലെ ആരും എടുത്തിച്ച് ഞങ്ങളെ കെട്ടി വെച്ചത്. എന്നിട്ട് ഞങ്ങളുടെ ബെല്ലിലോട്ട് വീണ് അയക്കാതെ കൂടെ പറ്റില്ല. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കഴിഞ്ഞു
ഇവരെന്തോ പാട്ട് പ്രയാക്കിട്ട് എനിക്ക് അവിടെ റിച്വൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ഇൻട്രസ്റ്റ് ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇമാരവിടെ പാട്ടിട്ട് ഡാൻസ് കളിച്ചോളൂ, ഏതോ ബംഗാളി പാട്ട്. ലൈസൻസ് ഒരുങ്ങിയ ഷൂ എന്നൊക്കെ കയറി കൊളുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഫുട്ടേജ് കണ്ടു എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. അവർ കട്ടിക്കാണ്ടിരിക്കുന്നു പോകാം. ഇവിടെ നേരത്തെ വീണില്ലല്ലോ. കാല് കെട്ടിയിട്ടില്ല. കാല് കിട്ടിയോ? അതാണ് അരി കിടക്കുന്നത്. ഇത് കെട്ടി കെട്ടി കെട്ട് കേട്ട്. നീ കേട്ടോ എന്നെ അരി കിടക്കുക. ഇതെങ്ങനെയാണ് അത് കെട്ടിയത്? അത് വന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ കാല് ഒന്നിച്ചങ്ങനെ കെട്ടി ആ പ്രേതം? ഓക്കെ അല്ലേ? താഴ്ന്നു വീണിട്ടില്ലല്ലോ. സേഫായിട്ട് കേട്ടോ, മുറിവൊന്നും പറ്റില്ല. ഞാൻ ആ ബ്ലഡ് എന്തായാലും നോക്കിയിട്ട് പോലില്ല. നിങ്ങളുടെ സൗണ്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. ഇവന്മാരുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് ഓടി വരുമായിരുന്നു. ഇവിടെ അവിടെ ബ്ലഡിൽ എന്തായിട്ട് ബ്ലഡ് അത് കുടിച്ചോ ഒന്നും എനിക്ക് അറിയത്തില്ല. ബാബാ നിങ്ങൾ ഈ ബ്ലഡ് കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ബ്ലഡ് കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾക്കാവോ? ഇവിടെ ബ്ലഡ് കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ ചോദിച്ചപ്പോൾ സൗണ്ട് കേട്ടോ. ഞാൻ ആ ഫുട്ടേജ് ഒന്നും നോക്കിയിട്ടില്ല. എനിക്കതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും നോക്കിയിട്ടില്ല. ആ വീഡിയോയെ ആ ഫുട്ടേജ് വന്നിട്ട് ആക്ച്വലി ഞാൻ നോക്കി ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇമാരുടെ സൗണ്ട് കേട്ടി അവർ ഞങ്ങൾ ഓടുമായിരുന്നു. അതുകൊണ്ട് ആ സംഭവം കേട്ടിട്ട് പോലില്ല. എന്ന് സംഭവിച്ചാൽ എന്താ പറ്റിയെന്നുള്ളതൊന്നും കണ്ടിട്ട് പോലില്ല ഫുട്ടേജ്. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ തവണക്കാളും എക്സ്ട്രീം ലെവലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് അതെനിക്ക് എങ്ങനെ അത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്നിട്ട് ഇതുകൊണ്ടിരുന്നു. എന്തോ ഒന്നും സൗണ്ട് ഇട്ടില്ലല്ലോ. പക്ഷെ അവനിക്ക് അവിടെ നിന്ന് കേട്ടത് ഞാൻ പേടിക്കണമെന്ന് പറയുന്നതാ. അവനിക്ക് അവിടെ നിന്ന് കേട്ടത് ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടതാ. പിന്നെ അവനവിടെ നിൽക്കണോണ്ട് ഞാൻ പറയാനേ. ശരി വിടി. സോ ഗൈസ്, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമന്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതത്രേ ഉള്ളൂ. ഇനി വന്നിട്ട് ഒന്ന് വെച്ച് വന്നിട്ട് വേറൊരു സംഭവം കൂടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് ഞാൻ വേറൊരു സംഭവം കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ അതും കൂടെ ട്രൈ ചെയ്യാം. ഞാനടാ ഒന്നുമില്ല. ഞാനാ ഒന്നുമില്ല. എഴുന്നേക്ക്. ഒന്നുമില്ല. നിന്നെ ആരും പിടിച്ച് വലിച്ചിട്ടില്ല. ഒന്നുമില്ല. ഞാനൊന്ന് സൂര്യേണ്ട ഒന്നുമില്ല. വിളിക്ക് എന്താ കരയാൻ വിടുപോ. ഓ
എടാ കരയാതെ പോ കരയാതെടാ. അവിടെ വെള്ളം വേണം നിനക്ക്? അതോടെ കുറച്ച് പൊടിയാ. എടാ കരയാതെ വിട്. ഒന്നുമില്ല ഞങ്ങൾ കൂടെ ഇല്ലേ? ചേട്ടനല്ലേ? എന്തുകൂടെ ഒന്നുമില്ല ഒന്നുമില്ല. പേടിക്കണ്ട ഞങ്ങൾ കൂടെ ഉണ്ട്. ഇതെന്താ സംഭവം അറിയാമോ? ഈ ഇരുട്ടിനനുസരിച്ച് സമയം അധികം ആകുന്നതനുസരിച്ച് ഇവിടെ വന്നിട്ട് ഭയങ്കര ആക്ടിവിറ്റീസാണ്. എക്സ്ട്രീം ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കും ഇവിടെ. എക്സ്ട്രീം ആക്ടിവിറ്റീസ്. പക്ഷേ ഇത് ഭയങ്കര ഓടാടാ. എടാ അവനെ ആരുടെ പിടിച്ച് വലിച്ചോണ്ടാ പോയെ? ആടാ അതല്ലേ ഞാനെടുത്ത് പറഞ്ഞില്ല എനിക്ക് അവനെ വലിച്ചിട്ട് കിട്ടല്ലാന്ന്. പോവാ കൊണ്ടുപോവാ. ഒന്നുമില്ല. എന്തുടാ? ഒന്നില്ല എന്തുടാ?